നീറ്റ് പ്രക്ഷോഭകർക്ക് കേന്ദ്രം നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടു. വ്യാപക അറസ്റ്റ് തുടരുന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ നടന്ന നീറ്റ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതിന് പിന്നാലെ പ്രക്ഷോഭകർക്കെതിരെ BJP NDA സർക്കാരുകൾ പകപോക്കൽ നടപടികൾ തുടരുന്നതായി പരാതി. അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളെയും സമരക്കാരെയും ലക്ഷ്യമിട്ട് വ്യാപക അറസ്റ്റും കേസെടുക്കലും നടക്കുന്നതായി കോക്രോച്ച് ജനതാ പാർട്ടി ആരോപിച്ചു. നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ പാർട്ടി ഭാവി പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പൗരന്മാരുടെ ജനാധിപത്യപരമായ പ്രതിഷേധാവകാശങ്ങളെ പോലീസിന് ബലം പ്രയോഗിച്ച് അടിച്ചമർത്താനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സമാധാനപരമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളെ നേരിടാൻ രാജ്യവ്യാപകമായി പോലീസിന് ഏകീകൃത പ്രോട്ടോകോൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ച പരമോന്നത കോടതി പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അനാവശ്യമായ ബലപ്രയോഗങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങളെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും രൂക്ഷമായതോടെ BJP കേരള സംസ്ഥാന ഘടകത്തിൽ പുനഃസംഘടനയ്ക്ക് കേന്ദ്ര നേതൃത്വം കളമൊരുക്കുന്നു. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പദവിയിൽ നിന്ന് നീക്കി ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാനാണ് ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നന്നായി ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ പാർട്ടിയിൽ വലിയ ചേരിതിരിവിനും അസ്വസ്ഥതകൾക്കും വഴിവെച്ചിരുന്നു. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ ഡേറ്റാബേസിൽ നിന്നും 1 ടെറാബൈറ്റോളം വരുന്ന ഉപഭോക്തൃ വിവരങ്ങൾ ചോർന്നതായി റിപ്പോർട്ട്. ഡാർക്ക് വെബ് ഇന്റലിജൻസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചോർത്തിയ വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ, സേവിങ്സ് കറന്റ് അക്കൗണ്ട് നമ്പറുകൾ, ഫോൺ നമ്പറുകൾ, ഇമെയിൽ ഐഡികൾ, ആധാർ വിവരങ്ങൾ, ലോൺ അപേക്ഷകൾ, നെറ്റ് ബാങ്കിംഗ് യൂസർ ഐഡികൾ തുടങ്ങിയ ബാങ്കിന്റെ ATM സംബന്ധിതമായ സുപ്രധാന രേഖകൾ വരെ ചോർന്നവയിൽ ഉൾപ്പെടുന്നു. 2026 ഫിഫ ലോകകപ്പിൽ സ്പെയിനിനും അർജന്റീനയ്ക്കും തമ്മിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരം നിയന്ത്രിച്ച പ്രമുഖ സ്ലോവേനിയൻ റഫറി സ്ലാവ്കോ വിൻറ്റിച്ച് റഫറിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. കരിയറിലെ ഏറ്റവും മഹത്തായ നേട്ടത്തോടെയാണ് അദ്ദേഹം റഫറിംഗ് കുപ്പായം അഴിക്കുന്നത്. ഫെയർവെൽ സീസണിന്റെ തിളക്കമായി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹത്തെ 2026 ലോകകപ്പിലെ മികച്ച റഫറിയെ തെരഞ്ഞെടുത്തിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. യുവതിയെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ഒളവണ്ണ പുൽപ്പറമ്പ് സ്വദേശി കൃഷ്ണന്റെ മകൾ നേഹ കൃഷ്ണനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. അരൂരിനും തുറവൂരിനും ഇടയിലുള്ള എഴുപുന്ന ശ്രീനാരായണപുരം ലെവൽ ക്രോസിന് തെക്കുഭാഗത്തെ ചെറിയ വളവിനോട് ചേർന്നാണ് സംഭവം. ഓടുന്ന ട്രെയിനിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണെന്നാണ് കരുതുന്നത്. കാവേരി നദീജല പങ്കുവെക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കർണാടകയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ നീക്കത്തിനെതിരെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിഷേധം ശക്തമാകുന്നു. സുപ്രീം കോടതി വിധിച്ച വെള്ളം വിട്ടു നൽകാൻ കർണാടക വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് പരമ്പരാഗതമായി തുടർന്നു പോന്നിരുന്ന നിയമ പോരാട്ടങ്ങളെ വഴി കൈവിട്ട് മുഖ്യമന്ത്രി തല ചർച്ചയ്ക്ക് മുതിരുന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിച്ചുചാട്ടം. കഴിഞ്ഞ 2 ദിവസമേ പവന് 1,06,250 രൂപയിൽ മാറ്റമില്ലാതെ തുടർന്നിരുന്ന സ്വർണ്ണവിലയിലാണ് ഇന്ന് വർധനവുണ്ടായത്. ഇന്ന് 22 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 13,370 രൂപയിലെത്തി. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വിൽപ്പന വില 680 രൂപ വർദ്ധിച്ച് 1,06,960 രൂപയായി ഉയർന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. കൊയിലാണ്ടി നടേരി സ്വദേശിയായ ബിജു ആണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ബിജു. ജനകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.